ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് എന്തായാലും പൂർണിമയെ എല്ലാവരും കൂടി അപമാനിച്ച് വിട്ടു. ഇതിപ്പോൾ ഇന്ദ്രനാണെങ്കിലും രാജലക്ഷ്മി ആണെങ്കിലും അവരുടെ പ്രതികാരം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പേരിൽ പൂർണിമയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഒരുപാട് അപമാനിച്ച് വിടുകയും ചെയ്തതുകൊണ്ട് തന്നെ അടുത്ത ഋതുവിൻ്റെ വിവാഹ കാര്യത്തെ പറ്റി ചോദിക്കാനായിട്ട് സേതുവിനോട് ചെല്ലാനായിട്ടാണ് അവിടെ ഇപ്പോൾ ഇന്ദ്രനാണെങ്കിലും രാജലക്ഷ്മി ആണെങ്കിലും പൂർണിമയോട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പോൾ സേതു പോകാൻ തീരുമാനിച്ചു. പക്ഷെ സേതു പോയി കഴിഞ്ഞാൽ വലിയൊരു യുദ്ധം തന്നെ അവിടെ സംഭവിക്കും, വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് പല്ലവിക്കും അറിയാം. അപ്പോൾ സേതുവിന് കൂട്ടായിട്ട് ഇന്ന് പല്ലവിയും പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പല്ലവിയും സേതുവും കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയും അവിടെ ചെന്ന് വിവാഹം ആലോചിക്കുകയും പിന്നെ അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷം, അതായത് സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹം നടക്കാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ആ വിവാഹം നടക്കാനുള്ള സാധ്യത ഇനി കുറവാണ്. ഇന്ദ്രൻ ഇനി കളി തുടങ്ങിയിട്ടുണ്ട്. അതിന് ഇന്ദ്രൻ കണ്ടുപിടിച്ച മാർഗവും ജയിക്കാനുള്ള മാർഗവും മറ്റൊന്നായിരുന്നു, ഋതുവല്ല, മറ്റൊരു കാര്യമായിരുന്നു ഇന്ദ്രൻ ജയിക്കാനായിട്ട് കണ്ടുപിടിച്ചത്. എന്തൊക്കെയായിരിക്കും ഇനി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പൂർണിമ വന്നു സേതുവിനോടും പല്ലവിയോടും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയും ഇനി ഒരു കാരണവശാലും ഈ ഒരു വിവാഹം നടക്കുമോ എന്ന് എനിക്കറിയത്തില്ല. സേതുവിനോട് ചെല്ലാനായിട്ടാണ് രാജലക്ഷ്മിയും ഇന്ദ്രനും പറഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചു നിന്നപ്പോൾ സേതു തന്നെ പറയുന്നുണ്ട്, അമ്മ ഞാൻ പൊയ്ക്കോളാം, കുഴപ്പമില്ല. പക്ഷെ പല്ലവിക്കറിയാം സേതു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും സേതുവേട്ടനെ അപമാനിക്കും, ഒരുപാട് കുറ്റപ്പെടുത്തും. അത് സേതുവേട്ടൻ കേട്ടോട് നിൽക്കത്തില്ല. ഉറപ്പായിട്ടും സേതുവേട്ടൻ തിരിച്ച് സംസാരിക്കും. അവിടെ വലിയൊരു വഴക്കാവും, അടിപിടിയും വഴക്കും പ്രശ്നങ്ങളും ആവും. അവസാനം ഇതെല്ലാം സേതു കാരണം ഉണ്ടായതാണ്, സേതു മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറഞ്ഞ് ആ കുറ്റം വേണമെങ്കിൽ സേതുവിൻ്റെ തലയിൽ കൊണ്ട് ചാർത്താം. എന്നിട്ട് ഇന്ദ്രന് വേണമെങ്കിൽ ഋതുവിനോട് സേതുവിനെ കുറിച്ച് മോശം പറയാം. അങ്ങനെ ആ കുടുംബത്തിൽ ഏട്ടനും അനിയത്തിയും തമ്മിൽ വലിയൊരു വഴക്ക് തന്നെയാവും. അതുമാത്രമല്ല മാക്സിമം അപമാനിക്കാനായിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ട് തന്നെയാണ് സേതുവിനൊപ്പം പോകാനായിട്ട് പല്ലവിയും തീരുമാനിച്ചത്. ആദ്യം പൂർണിമയും സേതുവും തടഞ്ഞുവെങ്കിലും പല്ലവി പറഞ്ഞത് ശരിയാണെന്ന് അവർക്ക് തോന്നി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇന്ദ്രനെ കാണാനായിട്ട് സേതു തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനു മുന്നേ രാത്രി ഋതുവും ഇന്ദ്രനും കൂടി തമ്മിൽ കണ്ടുമുട്ടി. എന്നിട്ട് ഋതുവിനോട് ഇന്ദ്രൻ പറയുന്നുണ്ട്, ഋതു ഇപ്പോൾ അമ്മ വന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ വിവാഹ ജീവിതമാണ്. ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാനാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അമ്മയ്ക്ക് ചെറിയ ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണും. അത് നിൻ്റെ അമ്മയോട് കാണിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ സേതു വന്ന് സംസാരിക്കണമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. സേതു ഇപ്പോൾ വന്നാലും ചിലപ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും സ്വർണമോ കരുമോ എന്തെങ്കിലും ചോദിച്ചെന്നിരിക്കും. പക്ഷേ നീ അത് ആ ഒരു അർത്ഥത്തിലേ കാണാവോ, വേറെ ഒന്നും ചിന്തിക്കരുതേ. പക്ഷേ ഋതുവിൻ്റെ മനസ്സിൽ അപ്പോഴും നമ്മൾ ഈ പ്രണയം തുടങ്ങിയപ്പോൾ, സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ ഒരു നിബന്ധനകളും ഇല്ലായിരുന്നു. ഒന്നും വേണ്ട, എനിക്ക് നീയും നിനക്ക് ഞാനും, അങ്ങനെയായിരുന്നു ഞങ്ങൾ സ്നേഹിച്ചത്. പക്ഷേ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നുന്നുണ്ട്, ഇന്ദ്രൻ തന്നെ വിട്ടുപോകുമോ എന്നൊരു പേടി ഋതുവിൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി. അപ്പോൾ ഇന്ദ്രൻ തിരിച്ചതിന് നൽകിയ മറുപടി, എനിക്ക് പണമോ ഒന്നും ഒരു സ്വത്തും വേണ്ട, നീ ഇങ്ങനെ വന്നാലും ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ അമ്മ അങ്ങനെയല്ല, അമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണമോ പണമോ അമ്മ എന്തെങ്കിലും ചോദിച്ചെന്നിരിക്കും. ഇപ്പോൾ ആ ഒരു സ്വത്തുക്കളിൽ ഒരു പങ്ക് നിനക്കും കൂടി അവകാശപ്പെട്ടതാണ്. അത് നീ അഥവാ ചോദിച്ചാലും അത് നീ നേരെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടു തരുന്നു. ഇപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാവരും നിന്നെ അംഗീകരിക്കണം, എല്ലാവരും നിന്നെ സ്നേഹിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിൻ്റെ ആ ഒരു കുറച്ച് സ്വത്ത് എൻ്റെ അമ്മയ്ക്ക് എങ്ങാനും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ അതിൽ സന്തോഷിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്നാണ് ഇന്ദ്രൻ പറയുന്നത്. അപ്പോൾ ഋതു വിചാരിച്ചത് ഇന്ദ്രൻ തന്നോട് സ്നേഹമുണ്ട്, അപ്പോൾ എല്ലാവരുടെയും സമ്മതപ്രകാരം സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ടാണ് ഇന്ദ്രൻ ഇതെല്ലാം പറയുന്നതെന്നും ജിത്ത് എന്തായാലും ഇത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഈ വിവാഹം നടക്കണം, അതിനെന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന്
തിരിച്ച് ഋതുവും പറഞ്ഞു, ഇന്ദ്രൻ ചേർത്ത് പിടിക്കുകയും ചെയ്തു. പക്ഷെ ഇതെല്ലാം ഇന്ദ്രൻ്റെ ഒരു കെണിയാണ് എന്ന് ഋതു തിരിച്ചറിയുന്നില്ല. ഋതു ആ സത്യങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഇവിടെ തന്നെ സോൾവ് ആക്കാൻ പറ്റും. പക്ഷെ ഋതു അത് തിരിച്ചറിയുന്നില്ല. ഇന്ദ്രനെ ഒരുപാട് വിശ്വസിക്കുകയാണ് ഋതു. ആ ഒരു ഋതു ഇന്ദ്രനെ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസം തന്നെയാണ് ഇപ്പോൾ ഇന്ദ്രൻ മുതലെടുത്തിരിക്കുന്നത്. പിറ്റേ ദിവസം തന്നെ സേതുവും പല്ലവിയും കൂടി ഇന്ദ്രനെ കാണാനായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയപ്പോൾ അവിടെ സേതു ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു അവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് കണ്ടപ്പോൾ വിശ്വജിത്തും പാറു ഓടി വന്നു. അവർ ഭയങ്കര സന്തോഷമായി. അവരെ അകത്തേക്ക് കൊണ്ടുപോയി. അകത്ത് കൊണ്ടുപോയതിന് ശേഷം ഇപ്പോൾ രാജലക്ഷ്മി ആണെങ്കിലും ഇന്ദ്രനാണെങ്കിലും കാത്തിരിക്കുന്നത് സേതുവിനെ അപമാനിക്കാനായിട്ട്, സേതു തല കുനിച്ച് പത്തി താഴ്ത്തി നിൽക്കുന്നത് കാണാനായിട്ടാണ്. എന്നാൽ അവർ നോക്കുമ്പോൾ പല്ലവിയുടെ കൈയും പിടിച്ച് സേതു അകത്തേക്ക് കയറി വരുന്നു. ഉടൻ തന്നെ വിശ്വജിത്ത് അവരെല്ലാവരും അകത്ത് കൊണ്ടിരുത്താൻ നോക്കിയപ്പോൾ ഇന്ദ്രൻ തടഞ്ഞു. ഒരു മിനിറ്റ്, ഞാൻ ഇന്നലെ പറഞ്ഞത് ഋതുവിൻ്റെയും എൻ്റെയും വിവാഹ കാര്യം ഉറപ്പിക്കാനായിട്ട് ഋതുവിൻ്റെ ചേട്ടൻ വരും എന്നാണ്. പക്ഷേ ഋതുവിൻ്റെ സഹോദരനൊപ്പം അവരുടെ കുടുംബക്കാരും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ സേതു വന്നതിരിക്കട്ടെ, പക്ഷേ ഇതിലൊന്നിലും പെടാത്ത പല്ലവി എന്തിനാണ് ഇവിടെ വന്നത്? നീ എന്തിനാണ് ഇവിടെ വന്നത്? നീ എന്തിനീ വീട്ടിൽ കയറി എന്നൊരു ചോദ്യമായിരുന്നു ഇന്ദ്രൻ ചോദിച്ചത്. എന്നാൽ അപ്പോൾ അതിന് തിരിച്ചു മറുപടി കൊടുത്തത് സേതുവായിരുന്നു. പല്ലവി എന്ന് പറയുന്നത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. ഞാൻ തന്നെയാണ് അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഞാനാണ് അവളെ നിർബന്ധം പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗൈഡായിട്ട്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അറിഞ്ഞൂടാത്ത ഒരു കാട്ടിനകത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ആ സ്ഥലത്തെ പറ്റിയോ അവിടെയുള്ള ആൾക്കാരെ പറ്റിയോ അല്ലെങ്കിൽ അവിടെ എന്താണ് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അറിയാവുന്ന ഒരാളെയും കൂടി നമ്മൾ കൊണ്ടുപോകും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. എനിക്ക് ഇന്ദ്രപ്രസ്ഥ ശരിക്കും എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ പിന്നെ അത് അറിയാവുന്ന ഒരാളെയും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് ഞാനും വിചാരിച്ചു. പിന്നെ പല്ലവിയും പറയുന്നുണ്ട് അപ്പോൾ ഇതിന് തിരിച്ച് ഇന്ദ്രൻ ചോദിച്ചത് അവൾക്ക് എന്തറിയാമെന്നാണ്. അപ്പോൾ അതിനെന്തായാലും ഇന്ദ്രൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പോയി സേതുവിൻ്റെയും പല്ലവിയുടെയും ഈ മിണ്ടാതിരിക്കുന്നവരുടെ വായിൽ കോലിട്ട് കിണ്ടി സംസാരിക്കൂലേ, ആ ഒരു അവസ്ഥയായി. പല്ലവി ഒന്നും മിണ്ടാതെ നിന്നതാണ്. അപ്പോൾ തിരിച്ച് ഇന്ദ്രൻ ചോദിച്ചു അവൾക്ക് അതിന് എന്തറിയാം. ഉടനെ തന്നെ പല്ലവി തന്നെ തിരിച്ച് മറുപടി നൽകി. ഞാൻ കുറേ നാളിവിടെ നിന്നതല്ലേ, ഞാൻ കുറച്ച് ദിവസം ഇവിടെ താമസിച്ചതല്ലേ, അപ്പോൾ പിന്നെ എന്നേക്കാൾ കൂടുതൽ ഇവിടെയുള്ള ആർക്കും അറിയത്തില്ല. ഇവിടെ വിഷജന്തുക്കളാണോ അതോ വന്യജീവികളുണ്ടോ, അവരെങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ സേതുവേട്ടനെയും കൊണ്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇന്ദ്രൻ്റെയും രാജലക്ഷ്മിയുടെയും വായടഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ വിവാഹത്തെ പറ്റി ചോദിച്ചു. അപ്പോൾ സേതു പറഞ്ഞു 26-ന് വിവാഹം നടത്താനായിട്ടാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെയും പല്ലവിയുടെയും വിവാഹം 26-നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് തന്നെ അതേ മുഹൂർത്തത്തിൽ അതേ മണ്ഡപത്തിൽ തന്നെ 2 വിവാഹവും നടത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഭയങ്കര ഒരു ഷോക്കായിപ്പോൾ ഇന്ദ്രന്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. എന്തായാലും ഞങ്ങൾ വീട്ടിലോട്ട് വരും. ഇനി അങ്ങോട്ടേക്ക് പെണ്ണ് ചോദിച്ചു വരുന്ന ദിവസം ഞങ്ങൾ സംസാരിക്കാം. എനിക്കിതെല്ലാം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ആ സമയത്ത് തന്നെ പറയും എന്നാണ് ഇന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ ഈ സേതുവിനും പല്ലവിക്ക് എന്തോ ഒരു പന്തികേട് മണത്തു. എന്തായാലും നിങ്ങൾ എന്നാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സേതുവും പല്ലവിയും ആ വീട്ടിൽ നിന്നും തിരികെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ഇറങ്ങി തിരികെ വീട്ടിലോട്ട് പോകുവാണ്. അങ്ങനെ പുറത്ത് വെച്ച് പാറു പല്ലവിയെയും സേതുവിനെയും പിടിച്ച് നിർത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പല്ലവി ചോദിക്കുകയാണ്, നീ എങ്ങനെ ഇവിടെ പിടിച്ചു നിന്നു? നീ അന്ന് അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി വീട്ടിൽ വന്ന് നിന്നില്ലേ, അതിനുശേഷം നീ എങ്ങനെ ഇവിടെ പിടിച്ചു നിന്നു എന്നാണ് പല്ലവി ചോദിച്ചത്. അതിന് പാറു പറഞ്ഞ മറുപടി, രാജലക്ഷ്മിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം താനാണെന്നും ഞാനൊരു ഇരുട്ടടി കൊടുത്തതിൻ്റെ ഫലമാണിപ്പോൾ അവർ അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ സേതുവിനും പല്ലവിക്കും ഒരുപാട് സന്തോഷം തോന്നി. പാറു പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ, പാറുവിനൊരു ആപത്തും ഇല്ലല്ലോ, പക്ഷേ സൂക്ഷിക്കണമെന്നൊരു താക്കീതും കൂടി നൽകിയിട്ടുണ്ട്. എന്നാൽ ഋതുവിൻ്റെ കാര്യം ഇപ്പോഴും പാറുവിനോട് പറഞ്ഞിട്ടില്ല. പാറു പറയുന്നുണ്ട്, ഇന്ദ്രൻ എന്ന് പറയുന്നത് വലിയൊരു കെണിയാണ്, ഒരു വിഷപ്പാമ്പാണ്. ആ ഒരു അയാളുടെ കുഴിയിലേക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഇവിടെ പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ട്. അതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ചേച്ചിക്കും ചേട്ടനും ഇട്ടൊരു പണി തരാനായിട്ടാണ് ഇവിടെ എല്ലാവരും ശ്രമിക്കുന്നത്.
അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഋതുവിനോട് പിന്മാറാനായിട്ട് പാറു പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഋതു ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഇന്ദ്രനെയാണ്. അത് സ്വന്തം അമ്മയെ പോലും വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഋതുവിനോടൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് സേതുവും പല്ലവിയും പാറുവിനോട് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംസാരങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇന്ദ്രൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി നേരെ പോയത് പ്രതാപൻ്റെ അടുത്തേക്കാണ്. പ്രതാപനെ കണ്ടു. പ്രതാപനെ അടുത്തേക്ക് പോയത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും ഈ സേതു തലകുനിച്ച് നിൽക്കണം, അവൻ കരയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഋതുവിനെ ഞാൻ സ്നേഹിച്ചതും അവളെ വലവീശി പിടിച്ചതും അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചതും എല്ലാം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് സേതു തകരണം, അവൻ തലകുനിച്ച് നിൽക്കണം എന്ന് അത് കാണാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്നവൻ വിവാഹം ആലോചിച്ച് വീട്ടിൽ വന്നപ്പോൾ പോലും അവൻ നല്ല ഗാംഭീര്യത്തോടു കൂടി സംസാരിച്ചു. അവൻ തല ഉയർത്തി തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവിടെ ഞാനാണ് തകർന്നു പോയത്. എനിക്കിത് പറ്റത്തില്ല. എങ്ങനെയെങ്കിലും സേതുവിനെ തകർക്കണം. അതിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. പൂർണിമ ടെക്സ്റ്റൈൽസിലും പൂർണിമയുടെ വീട്ടിലും പൊന്നുമടത്തിലും എല്ലാം റെയ്ഡ് നടക്കണം. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റെയ്ഡ് നടക്കണം. ആ റെയ്ഡിൽ ഇവരുടെ സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം ഫ്രീസ് ആവണം. അങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സേതുവിന് അവിടെ തകരാൻ പറ്റത്തുള്ളൂ. സേതു അവിടെ തകരത്തുള്ളൂ. പിന്നെ വിവാഹം നടത്തണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സേതുവിൻ്റെ തലയിൽ കാണും. പക്ഷേ അതെങ്ങനെയെന്നുള്ളൊരു ചിന്ത സേതുവിൻ്റെ മനസ്സിൽ വരും. അവിടെ സേതു തലകുനിക്കും. ആ ഒരു സേതുവിൻ്റെ പതനം ഞാൻ കാണണം എന്ന് പ്രതാപനോട് ഇന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? സ്വന്തം കാര്യം നടക്കാനായിട്ട്, സ്വന്തം ലക്ഷ്യം നിറവേറ്റാനായിട്ട് സേതുവിനെയും പല്ലവിയെയും പൊന്നുമടത്തെയൊക്കെ തകർക്കണം എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഋതുവിനെ വലവീശി പിടിച്ച് പ്രണയിച്ച് ഇപ്പോൾ ഈ ഒരു അവസ്ഥ വരെ എത്തി നിൽക്കുന്നത്. എന്നാൽ ഈ വിവാഹം നടത്താനായിട്ട് സേതു തീരുമാനിച്ചപ്പോൾ അത് സേതുവിനും കൂടിയുള്ള ഒരു കുരുക്കാണെന്ന് അവരാരും അറിയുന്നില്ല. പല്ലവിയുടെയും സേതുവിൻ്റെയും വിവാഹം നടക്കാതിരിക്കാനായിട്ടാണ് ഇപ്പോൾ ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? വലിയ വലിയ ചതിക്കുഴികളിലായിരിക്കുമോ ഇനി അവർ ചെന്ന് ചാടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പല്ലവിയും സേതുവും രക്ഷപ്പെടുമോ? ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് ഇന്ദ്രൻ്റെയും സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹം നടക്കുമോ അതോ മുടങ്ങുമോ? പ്രേക്ഷകർക്ക് എന്ത് തോന്നുന്നു എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.